നീ ഇതെന്താടാ കാട്ടിയത് എന്ന് പറഞ്ഞ് ശ്രീഹരി ഓടി വന്നു. ചെറിയൊരു പോറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂർച്ചയില്ലാത്തതുകൊണ്ടും അത് ചെറിയ കത്തിയായതുകൊണ്ടും അവന് കൂടുതലൊന്നും പറ്റിയില്ല. അവക്ക് വേണ്ടി സ്വയം വേദനിപ്പിക്കാൻ നിനക്ക് ഭ്രാന്താണോടാ? ഉള്ളിലെ നീരസം മറച്ചു വെക്കാതെ ശ്രീഹരി ചോദിച്ചു. ഇതുകൊണ്ട് പോറിയാലൊന്നും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. ഞാൻ വെറുതെ ഒന്ന് നോക്കിയതല്ലേ. എന്നെ മുറിപ്പെടുത്താൻ ഇതിന് മൂർച്ച പോരടാ, ശ്രാവൺ പറഞ്ഞു. അവക്ക് പണം മാത്രം മതി. സ്നേഹം, കരുണ ഇതൊന്നും അവക്കില്ലടാ. അങ്ങനെ ഒരു പെണ്ണിന് വേണ്ടി സങ്കടപ്പെട്ട് വിടിയാവാതെ നീ കിടക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ശ്രീഹരി കിടന്നു. ശ്രാവണിനെ ഒറ്റയ്ക്ക് കിടത്തിയാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ശ്രീഹരി അവന്റെ അരികിലായിട്ടാണ് കിടന്നത്. ശ്രാവണും കിടന്നെങ്കിലും അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ശ്രാവണിന് വീണ്ടും മേഘയെ ഓർമ്മ വന്നു. മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടി ശ്രാവൺ ഫോൺ എടുത്ത് അതിലൊരു പാട്ട് പ്ലേ ചെയ്തു. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്യാഷ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് വല്ലതും ഞണ്ണണമെങ്കിൽ ആരാന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കിക്കോ. അതും പറഞ്ഞുകൊണ്ട് അർജുനും അവർക്കരികിലേക്ക് വന്നു കിടന്നു. അടുത്ത ദിവസവും പതിവ് പോലെ എല്ലാവരും കോളേജിലേക്ക് പോയി. വിരസമായ ക്ലാസ് കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് പോയി ലഞ്ച് കഴിച്ചു. എന്റെ അമ്മോ, ഇപ്പോഴാ ഇത്തിരി ആശ്വാസം കിട്ടിയത്. ആ ലതാ മാമിന്റെ കത്തി ക്ലാസ്സും കേട്ട് വിശന്ന് പണ്ടാരടങ്ങിയിരിക്കായിരുന്നു. ഇനിയൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. നമുക്ക് വേഗം റൂമിലേക്ക് പോവാം, ശ്രീഹരി വയറിൽ തടവി സംതൃപ്തിയോടെ പറഞ്ഞു. അവർ 3 പേരും കൂടി റൂമിലേക്ക് നടന്നു. അവരെത്തി അല്പം കഴിഞ്ഞപ്പോ വിപിനും അങ്ങോട്ടേക്ക് വന്നു. വിപിൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ശ്രീഹരിയും അർജുനും ശ്രാവണും അത് ശ്രദ്ധിച്ചു. നിരാശയോടെ വിപിൻ വന്ന് കട്ടിലിലേക്കിരുന്നു. എന്താടാ, എന്താ പ്രശ്നം? മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? നിന്റെ ആ കൊച്ച് പിന്നെ എന്തെങ്കിലും പണിയെന്നോ? എടാ, ആ മൊട്ടത്തലയൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നീ ഇങ്ങോട്ട് വിട്, ഞങ്ങൾ അയാളെ ശരിയാക്കി തരാം. ശ്രാവൺ അവനെ ആശ്വസിപ്പിക്കാൻ എന്നോണം അത് പറഞ്ഞു. അതൊന്നും അല്ലടാ പ്രശ്നം, എനിക്കല്ല, വിദ്യയുടെ കൂട്ടുകാരിയില്ലേ അർച്ചന, അവക്കാ. കാര്യം ഇത്തിരി സീരിയസാ. വിപിൻ അവരോട് എല്ലാവരോടും കൂടി പറഞ്ഞു. ഏത്? ഇന്നലെ റെസ്റ്റോറന്റിൽ വെച്ച് ശ്രാവണിനെ ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങിപ്പോയ ആ പെണ്ണോ? അവക്കെന്തു വന്നാ നമുക്കെന്താ? അവളോട് സഹതാപം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ ആ ഫാന്റെ സ്പീഡൊന്ന് കൂട്ടിയിട്ടെ. വിപിനെ, ഞാൻ കിടക്കുക, അർജുൻ പറഞ്ഞു. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, ആദ്യം എന്താ പറ്റിയെന്ന് അവൻ പറയട്ടെ. ശ്രാവൺ വിപിനോട് കാര്യം അന്വേഷിച്ചു. എടാ, ഇന്നലെ ആ റെസ്റ്റോറന്റിൽ വെച്ച് അവളൊരാളെ തല്ലിയത് നിങ്ങൾ കണ്ടിരുന്നോ? വിപിൻ അവരോട് ചോദിച്ചു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതിന് അടിയെന്നൊന്നും അല്ല പറയാ, നല്ല പടക്കം പൊട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. അയാളുടെ എത്ര പല്ല് പറഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് നോക്കിയാ മതി. സംഭവം ഒന്ന് ഓർത്തുകൊണ്ട് ശ്രീഹരി പറഞ്ഞു. ആ അടി, അത് തന്നെയാ പ്രശ്നം. അവക്ക് മാത്രമല്ല, അവളുടെ വീട്ടുകാർക്കും കൂടി ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി, വിപിൻ പറഞ്ഞു. അവൾ അഹങ്കാരിയാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇന്നലെ അവൾ അയാളെ അടിച്ചതിൽ യാതൊരു തെറ്റുമില്ല. അയാൾ അവളോട് മോശമായിട്ട് പെരുമാറുന്നത് നമ്മളെല്ലാവരും കണ്ടല്ലേ. അയാൾ അത് അർഹിക്കുന്നുണ്ട്. അതിന് അവളെ കുറ്റം പറയാൻ പറ്റില്ല, ശ്രാവൺ വിപിനോട് പറഞ്ഞു. അതെ, ശരിയാണ്. പക്ഷേ അവൾ അടിച്ചത് വെറും സാധാരണക്കാരനായിരുന്നില്ല. ഉദയ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ പണക്കാരാ. അതിന്റെ ഓണറായ ധനഞ്ജയന്റെ മകൻ കാർത്തികിനെയാ. കാർത്തിക് എന്ന് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി. അവനെപ്പറ്റി കേൾക്കാത്തവരായി ആരുമില്ല. അവന്റെ കൂടെ ഗുണ്ടകളുടെ ഒരു ടീം തന്നെ ഉണ്ട്. ഈ പൊട്ടത്തി പെണ്ണെന്തിനാ അവനെ പോയി ചൊറിയാൻ നിന്നേ? എല്ലാവർക്കും അറിയുന്നതല്ലേ അവന്റെ സ്വഭാവം. ഒരു ചെകുത്താനാ കാർത്തിക്, കണ്ണി ചൊറിയില്ലാത്തവൻ, അർജുൻ പറഞ്ഞു. പറ്റിപ്പോയില്ലേ, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ഇപ്പൊ ധനഞ്ജയൻ അർച്ചനയുടെ ഡാഡിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പോരാത്തതിന് അർച്ചനയുടെ ഡാഡിയുടെ ഫിനാൻസ് ബിസിനസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാവരെയും പേടിപ്പിച്ച് അവരോടെല്ലാം ഡെപ്പോസിറ്റ് പിൻവലിക്കാനും പറഞ്ഞിരിക്കുക. അർച്ചനയുടെ ഡാഡിയുടെ ഷെയർ പാർട്ട്നേഴ്സിനെ പോലും അയാൾ ഭീഷണിപ്പെടുത്തിയെന്ന്. അവരെല്ലാം ചേർന്ന് ഇപ്പോ അവളുടെ ഡാഡിയെ ഒറ്റപ്പെടുത്തുക. വിപിൻ അർച്ചനയുടെ അവസ്ഥ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി. ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രോ? അർച്ചനയുടെ ഡാഡി വലിയ ബിസിനസ് മാൻ അല്ലേ. അയാളുടെ ഹോൾഡ് വെച്ച് എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മള് വെറും സാധാരണക്കാര് ഇതിന്റെയൊക്കെ പുറകെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അർജുൻ ചോദിച്ചു. അവര് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ധനഞ്ജയൻ എല്ലാവരും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക. ആരും അവരൊന്ന് സഹായിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇവിടെ ഇരുന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം, എന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാം, വിപിൻ പറഞ്ഞു. അവർ 4 പേരും അർച്ചനയുടെ റൂമിലേക്ക് തിരിച്ചു. ബൈക്ക് പുറത്തു വെച്ച് അവരകത്തേക്ക് കടന്നു.
കട്ടിലിൽ കാൽമുട്ടിൽ തലവെച്ച് കരയുന്ന അർച്ചനയെ കണ്ടപ്പോ എല്ലാവർക്കും സഹതാപം തോന്നി. വിദ്യയും മാനസയും വന്ദനയും അർച്ചനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. വിപിനെയും കൂട്ടുകാരെയും കണ്ടപ്പോ വിദ്യ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എന്തായി കാര്യങ്ങൾ? ഇപ്പൊ തന്നെ അവരുടെ കമ്പനിയുടെ എല്ലാ പ്രൊജക്ടുകളും മുടങ്ങി. എല്ലാ പാർട്ട്നേഴ്സും അവരുടെ പാർട്ട്ണർഷിപ്പ് ക്യാൻസൽ ചെയ്യും. ഫിനാൻസിൽ ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം അവരുടെ പണം ഒരുമിച്ച് പിൻവലിക്കും. ഇതെല്ലാം കൂടി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ഡാഡിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? ഇതെന്താ വെള്ളരിക്കപ്പെടണ? ഇവിടെ പോലീസ് നിയമമൊന്നുമില്ലേ? നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് ചെയ്യാം. വിപിൻ തന്റെ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു. അത് കേട്ടതും അർച്ചന ഞെട്ടി എഴുന്നേറ്റു. വേണ്ട വിപിൻ, പോലീസിൽ അറിയിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അവരും അയാളുടെ ഭാഗം. പ്രശ്നങ്ങൾ ഒന്നുകൂടെ വഷളാക്കാന്നല്ലാതെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. കരച്ചിലോടെ അർച്ചന പറഞ്ഞു. അവളുടെ മുഖം അപ്പോഴാണ് എല്ലാവരും കാണുന്നത്. അവൾ ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. അച്ഛന്റെ കൂടെ ഓഫീസ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറുള്ളത് കൊണ്ട് അർച്ചനയ്ക്ക് ബിസിനസിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും നന്നായിട്ടറിയാം. ഇതുപോലുള്ള ചതികളും മറ്റും ബിസിനസ്സിൽ നിത്യസംഭവങ്ങളാണ്. ഇത്തരം അവസരങ്ങളിൽ പോലീസുകാർ പോലും ഇടപെടില്ല. ഇപ്പോ പോലീസിനെ അറിയിച്ചാലും അത് ധനഞ്ജയനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ചെയ്യില്ല. അതുകൊണ്ടാ അവൾ വിപിനെ തടഞ്ഞത്. പക്ഷേ നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താ പ്രയോജനം? ധനഞ്ജയൻ ശക്തനാണ്, സമ്മതിച്ചു. പക്ഷേ അയാളേക്കാൾ ശക്തന്മാർ വേറെ ഉണ്ടാവില്ലേ? ഞാനൊന്ന് എന്റെ ഡാഡിയെ വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് വിപിൻ പുറത്തേക്ക് പോയി. അതെ അർച്ചന, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അറിയാവുന്നവരോടൊന്ന് സഹായം ചോദിച്ചു നോക്കട്ടെ, വിദ്യയും പറഞ്ഞു. അർച്ചനയെ മാനസയോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ് അവൾ വിപിന്റെ പിന്നാലെ പോയി. അവർക്കറിയാമായിരുന്നു ഇതത്ര നിസ്സാര പ്രശ്നമല്ലാന്ന്. ധനഞ്ജയനെ പോലെ ഒരാളെ ചെറുക്കാനുള്ള ശക്തിയൊന്നും അവരുടെ പരിചയക്കാർക്ക് ആർക്കുമില്ല. എങ്കിലും എല്ലാവരെയും അവർ വിളിച്ചു നോക്കി. അറിയാവുന്നവരോടെല്ലാം സഹായം അഭ്യർത്ഥിച്ചു. ധനഞ്ജയൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരും കൈമലർത്തി. അർച്ചന, പേടിക്കണ്ട. ധനഞ്ജയൻ എന്നല്ല, നിന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ എല്ലാ പ്രശ്നത്തിനും 1 മണിക്കൂറിനകം പരിഹാരം ഉണ്ടാകും. ഞാൻ ഉറപ്പു തരുന്നു. അത്രയും നേരം മിണ്ടാതെ നിന്നിരുന്ന ശ്രാവണാണ് അത് പറഞ്ഞത്. അപ്പോഴാണ് അർച്ചന ശ്രാവണിനെ ശ്രദ്ധിക്കുന്നത്. നീയോ? നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? അർച്ചന ശ്രാവണിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ വിദ്യ അവളെ തടഞ്ഞു. അർച്ചന, നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാനാണ് അവരിങ്ങോട്ട് വന്നേ. വെറുതെ അവരോട് ദേഷ്യപ്പെടരുത്. വിദ്യ പറഞ്ഞു കേട്ടതും ദേഷ്യത്തോടെ അർച്ചന വിദ്യയെ നോക്കി. ഇവൻ ഈ വൃത്തിയിട്ടവൻ എന്നെ സഹായിക്കാനാണോ ഇങ്ങോട്ട് വന്നേ? നന്നായി. ഇതുവരെ ഇവൻ ചെയ്ത സഹായം കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിരിക്കുക. ഇന്നലെ റെസ്റ്റോറന്റിൽ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ തന്നെ കാരണം ഇവനാ. ഇവൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോ സഹായിക്കാൻ വന്നിരിക്കാണത്ര. ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറ അവനോട്, അർച്ചന ദേഷ്യത്തോടെ പറഞ്ഞു. എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു ശ്രാവൺ. വിദ്യയ്ക്ക് അവനെ കണ്ടപ്പോ പാവം തോന്നി. ശ്രാവൺ, അറിയാലോ, അർച്ചന വല്ലാത്തൊരു അവസ്ഥയിലൂടെയാ കടന്നു പോകുന്നത്. അതിന്റെ ഒരു ദേഷ്യ അവളെ ഇങ്ങനെയൊക്കെ തീർക്കുന്നത്. താനിതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. അത് കേട്ടപ്പോ ശ്രാവൺ ഒന്ന് ചിരിച്ചു. വിദ്യ, അർച്ചനയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സമയത്ത് നിങ്ങൾ വേണം അവൾക്ക് ധൈര്യം കൊടുക്കാൻ. ഒരാപത്തും സംഭവിക്കില്ലെന്ന് അവളോട് പറഞ്ഞേക്കുക. വിദ്യയോട് അത്രയും പറഞ്ഞുകൊണ്ട് ശ്രാവൺ അവിടെ നിന്നും ഇറങ്ങി നടന്നു. വിദ്യ വിഷമത്തോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. ആരാ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? നിങ്ങൾക്കൊന്നും മതിയായില്ലേ? റിലാക്സ് അർച്ചന, നീ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഏതോ ഒരു ക്ലാസ്മേറ്റിനെ വിളിച്ച് നോക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? അപ്പോഴാണ് അർച്ചനയും അത് ഓർക്കുന്നത്. അവൾ ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ആദിനാഥ് എന്ന നമ്പറിലേക്ക് വിളിച്ചു. ഒറ്റ റിങ്ങിൽ തന്നെ ആദ്യ ഫോൺ എടുത്തു. അവൾ ഉണ്ടായതെല്ലാം ആദിനാഥനോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. താൻ അച്ഛനോട് സംസാരിച്ചു നോക്കാമെന്നും അവൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്നതെന്തും ചെയ്യാമെന്നും ആദിനാഥ് അവൾക്ക് ഉറപ്പ് കൊടുത്തു. അർച്ചനയുടെ റൂമിൽ നിന്നും ശ്രാവൺ നേരെ പോയത് തന്റെ റൂമിലേക്കായിരുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ ഫോൺ എടുത്ത് ശ്രാവൺ ഒരാളെ വിളിച്ചു. അങ്ങേ തലയ്ക്കിൽ നിന്നും ഒരു വൃദ്ധന്റെ ശബ്ദം കേട്ടു. ശ്രാവൺ മോനോ? സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. എത്ര നാളായി നിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. ഹൗ ആർ യു ഡിയർ? ഹലോ ശ്രീനിയങ്കൾ,
ഐ എം പ്രെറ്റി ഗുഡ്. എനിക്ക് അങ്കിളിനോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു സഹായം വേണമായിരുന്നു. ശ്രാവൺ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ശ്രാവൺ, കുടുംബത്തിലെ എല്ലാ പവറും ഇപ്പൊ നിന്നിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇനി ആരോടും സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. നീയാണ് ബോസ്. നിനക്കിനി മുതൽ ആജ്ഞാപിക്കാം. പറയൂ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്?